87 വയസ്സുള്ള ഒരു പടുവൃദ്ധനാണ് ഒരു കൊച്ചു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വൃദ്ധന്മാരുടെയും എന്നല്ല ചെറുപ്പക്കാരുടെയും എന്നല്ല എവിടെയും സുരക്ഷിതരല്ല. മാതാപിതാക്കളുടെ കണ്ണ് മാറുമ്പോൾ കുട്ടികൾ എവിടെയും സേഫ് അല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കുഞ്ഞു മക്കളെ ഇങ്ങനെയുള്ള കഴുകൻ്റെയും കാക്കയ്ക്കും വിട്ടു കൊടുക്കാണ്ട് നമ്മൾ തന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നടക്കണം. കുഞ്ഞു മക്കൾക്ക് ഒന്നും അറിയില്ല. ചോക്ലേറ്റ് അല്ലെങ്കിൽ ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോൾ എന്നും നമ്മൾ മേടിച്ച് കൊടുക്കണമെങ്കിൽ പോലും കുട്ടികളുടെ മനസ്സിൽ അതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമൊക്കെയാണ്. ഒരു ബലൂണോ ഒക്കെ കാണുമ്പോൾ അവരെയാണ് ഇങ്ങനെയുള്ള ഇരകളാക്കിയതിന് ശേഷം ഇങ്ങനെയുള്ളവർ നന്നായിട്ട് ഭീഷണിപ്പെടുത്തും. അപ്പോൾ കുട്ടികൾ തുറന്ന് പറയാനും മടിക്കും. അപ്പോൾ നമ്മുടെ കൺവെട്ടം എപ്പോഴും വേണം. നമ്മൾ പാരൻസ് ആയിരിക്കുമ്പോൾ അയ്യോ അവിടെ സേഫാണ്, അവർ മാമ്മമാരാണ് അല്ലെങ്കിൽ അവർ ചേട്ടന്മാരാ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇപ്പം സ്ത്രീകളടക്കം കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട്. ചെറിയ ആൺകുട്ടികളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഉപദ്രവിക്കുന്ന കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ വേണം നമ്മുടെ മക്കളെ എപ്പോഴും സേഫാക്കി കൊണ്ടുനടക്കാൻ. നമ്മുടെ കയ്യിൽ മാത്രമായിരിക്കും നമ്മുടെ മക്കൾ എപ്പോഴും സേഫ് എന്ന് പറയാൻ. കുട്ടികൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയാൻ വേണ്ടി എന്തിനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കും. പക്ഷെ ചില കുഞ്ഞുങ്ങൾ അതൊന്നും പറയത്തില്ല. പേടിച്ച് അവരുടെ മനസ്സിലത് ഇന്നും ഒരു ട്രോമയായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഈ ചാവാറായിരിക്കുന്ന ഈ വൃദ്ധനൊക്കെ എന്ത് ശിക്ഷ കൊടുക്കാനാണ് നമ്മുടെ കോടതി? എന്താ പറയുക, ജീവപര്യന്തം കൊടുക്കാൻ പറ്റുമോ? ഈ ചാവാറായിരിക്കുന്നവനൊക്കെ എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും? എല്ലാവരും നിസ്സഹായരായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇതെല്ലാം. ഇയാൾ നേരത്തെ ഒരു ട്യൂഷൻ സാറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളുടെ അടുത്ത് പഠിച്ചു പോയിട്ടുള്ള കുട്ടികളൊക്കെ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും. ആരോടും തുറന്നു പറയാണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും ഇപ്പോഴുള്ളത്. ഞാൻ പറയുന്നത് പൊടിക്കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണേ. ആരുടെ അടുത്തൊന്നും അവർക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ തിരിച്ച് തല്ലാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത കുഞ്ഞു മക്കളുണ്ട്. അവരെയൊന്നും നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള വൃത്തികെട്ടന്മാരുടെ അടുത്തേക്കൊന്നും വിടരുത്. നമ്മൾ വിചാരിക്കും അയ്യോ ഇവർ നല്ല സമൂഹത്തിന് നല്ല മാന്യരാണല്ലോ എന്ന്. സമൂഹത്തിന് മാന്യരായിട്ടുള്ള പലരുടെയും മുഖംമൂടിയാണ് അതൊക്കെ. അവരുടെ ഉള്ളെന്ന് പറഞ്ഞാൽ മഹാവൃത്തികെട്ടതായിരിക്കും. അത് ഒന്നും സുരക്ഷിതരല്ല. നമ്മൾ നോക്കുക നമ്മുടെ മക്കളെ. പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, ആൺകുട്ടികളും സുരക്ഷിതരല്ല ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരുള്ള നാട്ടിൽ. ഈ 87 വയസ്സായി ഈ കിളവിന് മക്കളുണ്ടാവില്ലേ, കൊച്ചുമക്കളുണ്ടാവില്ലേ? അവരുടെ അവസ്ഥ എന്തായിരിക്കും? സ്വന്തം വീട്ടിലെന്തായിരിക്കും ഇങ്ങനെ പുറത്തേക്കുള്ള കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ?